ഈനെ പൊട്ടിയതും ചെളുക്കിയതും കൊണ്ടുപോയിട്ട് എന്താ കാര്യം? പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്ന ആളുകളൊക്കെ പൊട്ടിയതും ചളുക്കിയതുമാണെന്ന് ആക്ഷേപിക്കുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ഒട്ടേറെ ആളുകൾ സ്വന്തം പാർട്ടി വിട്ട് മറ്റു പാർട്ടികളിലേക്ക് പോവുകയോ പുതിയ പാർട്ടി രൂപീകരിക്കുകയോ ചെയ്തിട്ടുള്ള അവരൊക്കെ പൊട്ടിയതും ചളുക്കിയതായിരുന്നു. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. തെരഞ്ഞെടുപ്പിൽ തോറ്റതൊക്കെ പൊട്ടിയതും ചളുങ്ങിയതാണെങ്കിൽ ഞാനും നികേഷും ഒക്കെ ആ ഗണത്തിൽ പെടണ്ടേ? ഞാനും നികേഷും തെരഞ്ഞെടുപ്പ് തോറ്റ ആളുകളല്ലേ? നമ്മളെ സമ്മതിച്ചു കൊടുക്കാൻ പാടുണ്ടോ? സംസാരിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി പറഞ്ഞിട്ടല്ലോ പബ്ബിച്ചെന്ന് ഇമാതിരി മണ്ടത്തരങ്ങളെ വിളിച്ചാ ഒരു പെണ്ണിനെ സെറ്റ് ഞാൻ കൂടുതൽ ചോദിച്ചാൽ നീ എന്റെ തലയിൽ കയറിയാലല്ല അമലേ, നിനക്ക് എന്റെ സ്വഭാവം അറിയില്ല. സത്യമായിട്ട് ഞാൻ അടിക്കും. ഞാൻ തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് സാങ്കേതികമായി സമ്മതിക്കാനും ഞാൻ തയ്യാറല്ല. ഞാൻ മത്സരിച്ച തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്തിരിക്കുകയാണ്. സാങ്കേതികമായി ഞാൻ തെരഞ്ഞെടുപ്പിൽ തോറ്റ ആളല്ല. CPM വളരെ ചെറിയ പാർട്ടിയാണ്. CPM ൽ നിന്ന് ധാരാളം ആളുകൾ BJP-യിലേക്ക് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ആക്ച്വലി BJP അപ്രീഷിയേറ്റ് ചെയ്യണം. അത് ഞങ്ങളുടെ പ്രത്യേകതയാണ്. മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഒരു വിവരവും ഇൻസൈഡ് ഇൻഫർമേഷനും നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഞങ്ങളുടെ പ്രത്യേകതയാണ്. ഉത്തരം വേണ്ടത് പറയാൻ സൗകര്യമില്ല. വാർത്തകൾ കിട്ടിയിരുന്നത് ആ പാർട്ടിയിൽ ജനാധിപത്യ ബോധമുണ്ട്, അവിടെ കൂടിക്കാഴ്ചകൾ നടക്കും. ആ കൂടിയാലോചനകളിൽ ഏതെങ്കിലും ഒരാൾ നമുക്ക് വിവരങ്ങൾ തരും. എന്ത് ചെയ്യാനാ, നമുക്കൊരു സഹായം വന്നാലേ കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.